കഥാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അച്ചമ്മയോടും കൊച്ചുമക്കളോടുമൊപ്പം പീക്കുവാവയോടും ഉണ്ണിമോനോടുമൊപ്പം കഥാലോകത്തിലൂടെ നിങ്ങളും സഞ്ചരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ പഞ്ചതന്ത്രം കഥകളാണ്. വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ അധ്യാപകൻ അമരശക്തി എന്ന മഹാരാജാവിൻ്റെ 3 പുത്രന്മാരെ പ്രഗത്ഭരാക്കി മാറ്റുന്നതിനു വേണ്ടി, പ്രായോഗിക ജീവിതത്തിൽ അവരെ ഏറ്റവും മിടുക്കന്മാരായി മാറ്റുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത കഥകളാണ് പഞ്ചതന്ത്രം കഥകൾ എന്ന പേരിൽ പ്രശസ്തമായത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ ഈ പഞ്ചതന്ത്രം കഥകളെ മറികടക്കുവാൻ ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ മറ്റൊരു സാഹിത്യ സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന കഥ കുരങ്ങച്ചനും മുതലയും. മനോഹരമായ ഒരു മലയടിവാരത്ത്, മനോഹരമായ കിങ്ങിണിപ്പുഴയുടെ തീരത്ത് അത്തിമരത്തിലാണ് കണ്ണൻ അണ്ണാരക്കണ്ണനും വാലൻ കുരങ്ങച്ചനും താമസിച്ചിരുന്നത്. അവർ കൂട്ടുകാരാണ്. അവർ ആ അത്തിമരത്തിലുണ്ടാകുന്ന മധുരമുള്ള അത്തിപ്പഴങ്ങൾ കഴിച്ച് ആ അത്തിപ്പഴങ്ങളൊക്കെ കൂട്ടുകാർക്കൊക്കെ കൊടുത്ത് വളരെ സന്തോഷമായി അവരങ്ങനെ കഴിഞ്ഞു പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കിങ്ങിണിപ്പുഴയുടെ തീരത്ത് അത്തിമരച്ചുവട്ടിലായി ഒരു മുതലച്ചൻ വന്നു കിടന്നു. വാലൻ കുരങ്ങൻ ഇത് കണ്ടു മുതലച്ചനോട് ചോദിച്ചു, എന്തു പറ്റി ചങ്ങാതി, നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? നീ വളരെ ക്ഷീണിതനാണല്ലോ. ഉടനെ മുതലച്ചൻ പറഞ്ഞു, എനിക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ വിശന്ന് വലഞ്ഞാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ വാലൻകുരങ്ങൻ ചോദിച്ചു, നിന്റെ പേരെന്താ ചങ്ങാതി? എൻ്റെ പേര് മുരിക്കൻ മുതല. ഇത് കേട്ട നമ്മുടെ കണ്ണൻ അണ്ണാരക്കണ്ണൻ പറഞ്ഞു, മുരിക്കൻ മുതല, അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ വിക്രമനാണെന്ന്. സൂക്ഷിക്കണം. പോടാ, അങ്ങനെയൊന്നും പറയരുത്. ആ ചങ്ങാതി, ഞങ്ങൾ നല്ല മധുരമുള്ള അത്തിപ്പഴമുണ്ട്, നിനക്ക് വിശപ്പ് മാറ്റാൻ അത് തരട്ടെ? വാലൻ കുരങ്ങൻ നമ്മുടെ മുതലച്ചനോട് ചോദിച്ചു. ആ അത്തിപ്പഴമെങ്കിൽ അത്തിപ്പഴം, വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ നല്ല മധുരമുള്ള അത്തിപ്പഴം കഴിച്ച് നമ്മുടെ മുതലച്ചൻ വയറ് നിറച്ചു. നല്ല മധുരമുള്ള അത്തിപ്പഴം, എനിക്കിഷ്ടമായി ചങ്ങാതി. നിനക്കിഷ്ടമായെങ്കിൽ നീ ഇനിയും പോരെ, എല്ലാ ദിവസവും ഞങ്ങൾ അത്തിപ്പഴം തരാം. അങ്ങനെ കിങ്ങിണിപ്പുഴയുടെ മറുകരയിൽ നിന്നുള്ള പാറക്കൂട്ടത്തിൽ താമസിക്കുന്ന നമ്മുടെ മുതലച്ചൻ കിങ്ങിണിപ്പുഴ നീന്തിക്കിടന്ന് മറുകരയിലുള്ള അത്തിമര ചുവട്ടിൽ എന്നും എത്തി ധാരാളം അത്തിപ്പഴങ്ങൾ വാലൻകുരങ്ങൻ ഇട്ടുകൊടുത്ത് അത് കഴിച്ച് സന്തോഷമായി അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ മുതലച്ചന് തോന്നി, ഈ അത്തിപ്പഴത്തിൽ കുറച്ച് ഭാര്യ നീലിക്കും കൂടി കൊണ്ട് കൊടുത്താലോ. അങ്ങനെ മുതലച്ചൻ ഭക്ഷണമെല്ലാം കഴിഞ്ഞപ്പോൾ വാലൻകുരങ്ങനോട് ചോദിച്ചു, എനിക്കിന്ന് 1 കുല അത്തിപ്പഴം കൂടുതൽ തരുമോ? അതെന്തിനാ ചങ്ങാതി? അതെൻ്റെ ഭാര്യ നീലിക്ക് കൊണ്ട് കൊടുക്കാനാ. അതെന്തിനാ 1 കുലയാക്കുന്നേ? 2 കുല തരാമല്ലോ, നീ അത് കൊണ്ടുപോയി നിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തോളൂ. അങ്ങനെ വാലൻകുരങ്ങൻ 2 കുല അത്തിപ്പഴം മുതലച്ചന് കൊടുത്തു. മുതലച്ചൻ അത്തിപ്പഴവുമായി ഭാര്യയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി കടന്നുപോയി. ഈ സമയത്ത് നമ്മുടെ കണ്ണൻ അണ്ണാരക്കണ്ണൻ ഓടി വന്നിട്ട് പറഞ്ഞു, ചങ്ങാതി, മലയുടെ മറുവശത്ത് വാഴപ്പഴങ്ങൾ ധാരാളം പഴുത്തു കിടപ്പുണ്ട്, നമുക്ക് പോയി കഴിച്ചാലോ? ഉടനെ നമ്മുടെ കുരങ്ങച്ചൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരനുമായി കുറേ നേരമായി സംസാരിച്ചിരിക്കുകയായിരുന്നു, എനിക്കിപ്പോൾ കളിക്കാനൊന്നും വരാൻ തോന്നുന്നില്ല, നീ പൊയ്ക്കോ, എനിക്കിപ്പോൾ വാഴപ്പഴവും വേണ്ട. ഇത് കേട്ട അണ്ണാരക്കണ്ണൻ പറഞ്ഞു, ഞാൻ കുറേ നാളുകളായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മുതലച്ചനുമായി നീ കൂട്ടുകൂടാൻ തുടങ്ങിയതിൽ പിന്നെ എൻ്റെ കൂടെ കളിക്കാനൊന്നും വരാൻ നിനക്ക് ഇഷ്ടമല്ല. ശ്രദ്ധിക്കണേ ചങ്ങാതി, മുതലകൾ കിട്ടുന്ന അവസരത്തിൽ മറ്റുള്ള മൃഗങ്ങളെ പിടിച്ചു തിന്നും എന്നാണ് കേട്ടിട്ടുള്ളത്, നീ അതുകൊണ്ട് സൂക്ഷിച്ചോണം. ശരി, നീ പൊക്കോ. അങ്ങനെ നമ്മുടെ അണ്ണാരക്കണ്ണൻ വാഴപ്പഴം കഴിക്കാനും പോയി. മുതലച്ചൻ ഭാര്യയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി കിങ്ങിണിപ്പുഴയിലൂടെ അത്തിപ്പഴവുമായി പതുക്കെ നീന്തിക്കൊണ്ടിരുന്നു.
അത്തിപ്പഴം കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തു. അത്തിപ്പഴം കഴിച്ച നീലി, എത്ര മധുരം, നല്ല അത്തിപ്പഴം, ഈ അത്തിപ്പഴം കഴിക്കുന്ന കുരങ്ങൻ്റെ ഹൃദയം എത്ര മധുരമുള്ളതായിരിക്കും, എനിക്ക് ആ കുരങ്ങൻ്റെ ഹൃദയം വേണം. നീലി വാശി പിടിക്കാൻ തുടങ്ങി. ഉടനെ മുതലച്ചൻ പറഞ്ഞു, മുരിക്കൻ മുതൽ പറഞ്ഞു, അങ്ങനെ പറയരുത്, അതെൻ്റെ ചങ്ങാതിയാണ്. നിനക്ക് എന്നെ വേണോ അതോ ആ ചങ്ങാതിയെ വേണോ? നിവൃത്തിയില്ലാതെ മുരിക്കൻ മുതല, നീ വിഷമിക്കണ്ട, കരയണ്ട, ബഹളം വെക്കണ്ട, ഞാൻ പോയി കുരങ്ങൻ്റെ ഹൃദയവുമായി വരാം. അങ്ങനെ പുഴയിലൂടെ നീന്തി നമ്മുടെ മുരിക്കൻ മുതല പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ മുതലച്ചൻ ചിന്തിച്ചു, എന്ത് ചെയ്യും, എന്തു പറഞ്ഞാണ് അവനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരിക. അവിടെ ചെന്ന് വിളിച്ചു, വാലൻ കുരങ്ങച്ച, ദാ ഞാൻ വീണ്ടും വന്നു, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഉടനെ നമ്മുടെ വാലൻ കുരങ്ങൻ ചോദിച്ചു, എന്തു പറ്റി, ഇനിയും വേണോ അത്തിപ്പഴം? തരാലോ. അതൊന്നും അല്ല, അത്തിപ്പഴം കഴിച്ച എൻ്റെ ഭാര്യ നീലിക്ക് ഭയങ്കര സന്തോഷമായി, അവള് നിന്നെ ഒന്ന് സൽക്കരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുവാണ്, നിനക്ക് കഴിക്കാനായിട്ട് അവൾ പായസം തയ്യാറാക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ കുരങ്ങച്ചന് സന്തോഷമായി. ആഹാ, അത് കൊള്ളാമല്ലോ, പക്ഷേ ഞാൻ എങ്ങനെ ഈ പുഴ കടന്നു വരും, എനിക്ക് നീന്താൻ കഴിയില്ലല്ലോ. ഉടനെ മുരിക്കൻ മുതലച്ചൻ പറഞ്ഞു, വിഷമിക്കേണ്ട ചങ്ങാതി, നീ എൻ്റെ പുറത്ത് കയറിക്കോ. അപ്പം വാലൻകുരങ്ങിന് അതിലും സന്തോഷമായി. ചുളിവരൊരു ജലത്തിൽ കൂടി ഒരു യാത്ര, അല്ലേ, ഒരു ജലയാത്രയും വയറ് നിറച്ച് പായസവും. സന്തോഷത്തോടെ മുരിക്കൻ മുതലയുടെ പുറത്ത് കയറി നമ്മുടെ കുരങ്ങച്ചൻ യാത്രയായി. പുഴയുടെ മധ്യഭാഗത്തെത്തിയപ്പോഴേക്കും ഈ മുതല ചിന്തിച്ചു, ഇനിയിപ്പോൾ ഇവനോട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇവൻ കാര്യം അങ്ങ് അറിഞ്ഞിട്ടങ്ങ് വരട്ടെ. മുതലച്ചൻ പറഞ്ഞു, മണ്ടച്ചാരേ, ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതേ പായസം കുടിക്കാനൊന്നുമല്ല, എൻ്റെ ഭാര്യ നീലിക്ക് നിന്റെ ഹൃദയം വേണമെന്ന്. എന്നും അത്തിപ്പഴം കഴിക്കുന്ന നിന്റെ ഹൃദയത്തിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ആ ഹൃദയം എൻ്റെ ഭാര്യ നീലിക്ക് വേണമെന്ന് പറഞ്ഞു. അവളുടെ വാശി കാരണമാണ്. അയ്യോ, കുരങ്ങച്ചൻ ഞടുങ്ങിപ്പോയി. തൻ്റെ കൂട്ടുകാരൻ നമ്മുടെ അണ്ണാരക്കണ്ണൻ, അല്ലേ, അണ്ണാരക്കണ്ണൻ പറഞ്ഞതാണ്, തരം കിട്ടിയാൽ മുതലകൾ മൃഗങ്ങളെ പിടിച്ചു തിന്നുമെന്ന്. കൂട്ടുകാരൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഞാൻ ചതിയിൽപ്പെട്ടല്ലോ, ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തിയേ കഴിയൂ. അങ്ങനെ ചിന്തിച്ച മുതലച്ചൻ പറഞ്ഞു, അയ്യോ ചങ്ങാതി, അതെന്ത് എന്നോട് പറയാഞ്ഞത് നീ നേരത്തെ, എനിക്ക് സന്തോഷമായി. നീ അത് പറഞ്ഞിരുന്നെങ്കിൽ. എന്തു പറ്റി മുതലച്ചൻ ചോദിച്ചു. ഞാൻ ഈ മരത്തിൽ കൂടി എപ്പോഴും ചാടി മറിഞ്ഞ് നടക്കുന്നയാളല്ലേ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം അത്തിമരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കൊമ്പിൽ ഭദ്രമായി കെട്ടിവെച്ചിരിക്കുകയാണ്. നീ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് എടുത്തുകൊണ്ട് പോരില്ലായിരുന്നോ? ഉടനെ മുതലച്ചൻ പറഞ്ഞു, അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. സാരമില്ല, ഞാൻ നിന്നെ തിരിച്ച് അവിടെ കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയി കഴിയുമ്പോൾ നീ അതെടുത്ത് നമുക്ക് നീലിക്ക് കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ അവിടുന്ന് മുരിക്കൻ മുതല നീന്തുവാണ്. നമ്മുടെ വാലൻകുരങ്ങൻ്റെ നെഞ്ച് കിടന്ന് പടപടാന്നിടിക്കോ, എങ്ങനെ ദൈവമേ, എങ്ങനെ രക്ഷപ്പെടുമെന്നും പറഞ്ഞല്ലേ. അവിടുന്ന് തിരിച്ച് വന്ന് കിങ്ങിണിപ്പുഴയുടെ തീരത്തെത്തിയതും നമ്മുടെ വാലൻകുരങ്ങൻ ജീവനും കൊണ്ട് ചാടി അത്തിമരത്തിന് മുകളിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, ദുഷ്ടാ, നീ എന്നെ ചതിച്ചില്ലേ? എന്നും നിനക്ക് വയറ് നിറച്ച് അത്തിപ്പഴം തന്നിരുന്ന എന്നെ നീ ചതിച്ചല്ലേ? എടാ മണ്ട, ആർക്കെങ്കിലും ഹൃദയമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? നീ വിശ്വസിച്ചല്ലോ ഞാൻ അത്തിമരത്തിൻ്റെ മണ്ടയിൽ എൻ്റെ ഹൃദയം വെച്ചിരിക്കുവാണെന്ന് പറഞ്ഞിട്ട്. വിട്ടു പൊക്കോണം, മേലിൽ ഈ പ്രദേശത്തൊരിടത്തും കണ്ടേക്കരുത്. അവിടുന്ന് തലയും താഴ്ത്തി നാണക്കെട്ട് നമ്മുടെ മുതലച്ചൻ പുഴയിലൂടെ തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും കിങ്ങിണിപ്പുഴ നീന്തിക്കിടന്ന് ഈ മുതലച്ചൻ അത്തിമരച്ചൂട്ടിലേക്ക് വന്നില്ല. നമ്മുടെ അണ്ണാരക്കണ്ണനും വാലൻകുരങ്ങനും വളരെ സന്തോഷമായി അത്തിമരത്തിൽ വളരെ കാലം ജീവിച്ചു പോന്നു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.